മൂന്നാറിലെ സൈലന്റ് വാലി ജനവാസ മേഖലയിൽ വീണ്ടും നാശം വിതച്ച കാട്ടാന പടയപ്പ ഇറങ്ങി. കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനവാസ മേഖലയിൽ തുടരുന്ന ഈ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. പടയപ്പ എന്തെങ്കിലും കഴിഞ്ഞ് പോകുന്നുള്ള ലൈനിലാണല്ലോ നടക്കുന്നത്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഈ മഴക്കാലമാകുമ്പോഴെങ്കിലും പടയപ്പ വലിയ കുഴപ്പമില്ലാതെ ഒന്നെങ്കിൽ വനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ജനവാസ മേഖലയിൽ നിന്ന് മാറുമെന്നാണ് ആളുകൾ കരുതിയിരുന്നത്. പക്ഷേ ഈ മഴക്കാലത്തും ഒരു രക്ഷയില്ല. ആ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നു. അക്രമ സ്വഭാവത്തിലേക്ക് പടയപ്പ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ നിരന്തരം ശല്യമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പടയപ്പ. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സൈലന്റ് വാലിയിലേക്ക് എത്തുകയും വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തുകയും തലനാരിഴയ്ക്ക് അവിടെ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. RRTയുടെ നിരീക്ഷണമുണ്ട്. പക്ഷേ ആ നിരീക്ഷണത്തിൻ്റെ ഒക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും പടയപ്പയുടെ ശല്യം ഈ മൂന്നാർ ഭാഗത്ത് കൂടി വരുന്നു എന്ന് തന്നെയാണ് വാർത്ത. ഈ ജനവാസ മേഖല വിട്ടുപോകാൻ പടയപ്പ എന്ന കാട്ടാനയ്ക്ക് താല്പര്യം കുറഞ്ഞതുപോലെ.